തീന്മേശയിലെ ഒരുപാട് ആർഭാടങ്ങളോ കറികളുടെ എണ്ണം വളരെയധികം കൂടുതലോ അങ്ങനെയൊന്നും അല്ലാത്ത ദിവസങ്ങളും ഇവിടെ വളരെ പതിവാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലുമേ ഈ അടുപ്പിൽ വെച്ച് സാമ്പാർ, അതിനോട് അത്യാവശ്യം നല്ല കട്ടിയുള്ള തേങ്ങാ ചമ്മന്തി, കറി ഒരുപാട് എടുത്തിട്ട് ഓരോ ദോശ വെച്ച് കഴിക്കുന്ന ഒരു പരിപാടി. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഓരോ ഓംലേറ്റോ ഒരു പൊരിച്ചമീനോ ഇല്ലെങ്കിൽ എന്താ കാപ്പി കളറായി. ഈ ചട്ടിയോടെ ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെക്കുമ്പോൾ തന്നെ അത് കാണുമ്പോൾ തന്നെ മനസ്സങ്ങ് നിറയും. ഇനി വയറ് നിറയ്ക്കുന്ന പരിപാടിയാണ്. ചട്ടിയിലുള്ള പേരറിയത്ത് മീൻകറി മാത്രമല്ല, കൂടെ നല്ല കട്ടിയുള്ള മത്തിക്കറി ഉണ്ട് കേട്ടോ. എനിക്ക് ആക്ച്വലി മത്തിക്കറിയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. മത്തിക്കറി അവിയലും ഇവിടെ കോമ്പിനേഷനാണ്. ഇതെടുത്ത് കഴിച്ച് കഴിഞ്ഞപ്പോഴേ അമ്മമ്മയ്ക്ക് ഒരേ വിഷമം. അമ്മ എന്നെ വഴക്ക് പറയാൻ തുടങ്ങി, ഞാൻ കപ്പ എടുത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ചോറ് വാങ്ങിക്കാന്നില്ല, ഒരു കപ്പ എടുത്ത് ഫുള്ള് മീൻകറിയിട്ട് കൂട്ടിപ്പിടിച്ച്. അടുത്ത ദിവസം ഞാൻ ഉച്ചയ്ക്ക് വന്നിരിക്കാൻ നേരം ആവാൻ എൻ്റെ അനിയൻ പരിപാടി തുടങ്ങി. അമ്മമ്മനെ ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സെർവിങ് പ്ലേറ്റ് വിളിക്കുന്ന പ്ലേറ്റ്, സെർവിങ് പ്ലേറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. പഞ്ഞി പോലത്തെ ഒരു മീൻകറിയും ആ ഒരു മീനും ഒരുപാട് മുള്ളുള്ളൊരു പൊരിച്ചമീൻ കഴിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും മീൻകറിയും സാമ്പാറും അവിയലും കൂടിയൊക്കെ ആയപ്പോഴേക്ക് അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു. നല്ല കിടിലം ഊണായിരുന്നു.